Stories. പറയാനിനിയും ഒന്ന്. പോലീസ് സ്റ്റേഷന്റെ പടി കയറുമ്പോൾ വിഭാവരിയുടെ ഉള്ളൊന്നു പിടച്ചു. ഒരു ധൈര്യത്തിനായി അവൾ ചിറ്റയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ജനിച്ചിട്ട് ഈ 26 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷന്റെ പടികൾ ചവിട്ടുന്നത്. അതും ജീവിതത്തിൽ ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്തൊരാവശ്യത്തിനു വേണ്ടി. ഏതൊരു പെൺകുട്ടിയെയും പോലെ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ജീവിതത്തിൽ ഒരു പ്രണയവും കൂട്ടും മോഹിച്ച് കഴുത്തിൽ താലി അണിഞ്ഞത്. പക്ഷേ ആ താലി ആത്മാവിനെ തന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന കുരുക്കായി മാറിയപ്പോൾ ഈയൊരു വഴിയല്ലാതെ തൻ്റെ മുന്നിൽ മറ്റൊരു സാധ്യതകളും ഇല്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ശരീരത്തിൽ മുറിപ്പാടുകൾ തീർത്തുകൊണ്ട് സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിച്ച ഭർത്താവ് പ്രതീക്ഷയോടെ ഉള്ളിൽ പൂത്തുലഞ്ഞു നിന്നിരുന്ന സ്വപ്നങ്ങൾ അത്രയും തല്ലിക്കൊഴിച്ചുകൊണ്ടാണ് കിതപ്പുകൾക്കൊടുവിൽ അരികിൽ വീണുറങ്ങിയത്. അന്ന് ആ രാത്രിയിൽ മുറിവേറ്റത് ശരീരത്തിലായിരുന്നെങ്കിലും ചോര പൊടിഞ്ഞത് മനസ്സിലും കൂടിയായിരുന്നു. പിന്നീടവിടെ കഴിഞ്ഞ നാളുകളിലെല്ലാം ഉണങ്ങാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന മുറിവുകൾ. അവിടുന്ന് അങ്ങോട്ട് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിച്ച് പിടിച്ചു നിന്നത് തിരിച്ചു വന്നാൽ സാരമില്ലെന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കാൻ ചിറ്റ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കിരണിന്റെ വീട്ടിലേക്ക് യാത്രയാകുന്ന സമയത്ത് ഒരു ഭാരമൊഴിഞ്ഞതിൻ്റെ ആശ്വാസത്തോടെ നിന്ന് ചിറ്റയുടെ ഭർത്താവായ ഷാജി കുഞ്ഞച്ചൻ്റെ മുഖമോർക്കുമ്പോൾ ചിറ്റയോട് പോലും കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്നും മനസ്സ് പിന്നോട്ടു പോവുകയായിരുന്നു. അല്ലെങ്കിലും ചെറിയൊരു സി ക്ലാസ് കട നടത്തി കിട്ടുന്ന തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കുഞ്ഞച്ചനെയും കുറ്റം പറയാനാകില്ലല്ലോ. പിന്നെയുള്ളത് സ്ഥാനം കൊണ്ട് മാത്രം അച്ഛനായ ഒരാൾ. ക്യാൻസർ വന്ന് അമ്മ മരിച്ചതോടെ അമ്മമ്മയെയും തന്നെയും ചിറ്റയുടെ വീട്ടിലാക്കി തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോകുന്ന ഒരു രൂപം മാത്രമാണ് ഇന്നും തൻ്റെ മനസ്സിൽ അച്ഛനെന്ന സ്ഥാനത്തുള്ളത്. അമ്മമ്മയും കൂടി മരിച്ചതോടെ തൻ്റെ ജീവിതം ചിറ്റയിലേക്കും ചിറ്റയുടെ മകനായ അനൂപിലേക്കും ഒതുങ്ങി. തന്നേക്കാൾ 4 വയസ്സിന് ഇളയതായ അവൻ തനിക്കൊരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. കിരണിൻ്റെ കൂടെയുള്ള ജീവിതത്തിനിടയിൽ 1 വർഷത്തോളം പല വിധത്തിലും ശ്രമിച്ചെങ്കിലും സമാധാനം നിറഞ്ഞൊരു കുടുംബജീവിതം തൻ്റെ മുന്നിൽ ബാലികേറാ മലയായി തന്നെ നിന്നു. സഹനത്തിൻ്റെ താഴെ പടികളും തകർന്നിട്ടും ഈ ഒരു തീരുമാനത്തിലേക്കെത്താൻ പിന്നെയും 1 വർഷത്തോളം എടുക്കേണ്ടി വന്നു. എല്ലാ വിധത്തിലും ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടപ്പോൾ പിന്നെ മുന്നിൽ ഇതല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. നീണ്ട 2 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഇനിയും ഇതിനുമേൽ സഹിക്കാനാവില്ലെന്ന് ബോധ്യമായതോടെ ആ പടിയിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹം കൊണ്ട് ആകപ്പാടൊരു നേട്ടമുണ്ടായത് ആ 2 കൊല്ലം കൊണ്ട് ആലപ്പുഴയിലെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമെടുത്ത MBA ബിരുദം മാത്രമാണ്. അതും അമ്മ മരിച്ചപ്പോൾ കിട്ടിയ PF കാശ് തൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം സാധിച്ചത്. ചിറ്റയോട് തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം ആദ്യം വിളിച്ചു പറഞ്ഞത്. മരിക്കുന്ന സമയം ചേച്ചി തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചവൾ അത്രയും നാൾ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിയുകയാണെന്ന് ആശ്വസിച്ചിരുന്ന ചിറ്റയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ബന്ധുക്കളുടെ മുന്നിൽ അഭിനയിക്കാൻ മിടുക്കനായിരുന്ന കിരണിനെ പറ്റി താൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചങ്ക് പൊട്ടിക്കരഞ്ഞ ചിറ്റയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് അന്നു താൻ വിഷമിച്ചത്. ചേച്ചിയുടെ മോൾ രക്ഷപ്പെട്ടെന്ന് സന്തോഷിച്ചിരുന്ന ചിറ്റയുടെ മുന്നിലും മറ്റു ബന്ധുക്കളുടെ മുന്നിലും താനും അന്നേ വരെ ഒന്നും പറയാതിരുന്നത് കൊണ്ട് ഇത്രയും നാൾ കിരൺ നല്ലവനായ ഭർത്താവിൻ്റെ റോൾ അഭിനയിച്ച് തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞപ്പോൾ അമ്മമ്മയുടെ അനിയത്തിയായ സരോജിനി അമ്മമ്മയും മക്കളും തൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നു പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനും പഴി കേട്ടത് ചിറ്റ തന്നെ. ഉയർന്ന നിലയിൽ ജീവിക്കുന്ന അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കാനേ ചിറ്റയ്ക്കും കഴിഞ്ഞുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുവാൻ
പ്രേരിപ്പിക്കലായിരുന്നു പിന്നീടങ്ങോട്ട് നേരിട്ടും ചിറ്റ വഴിയും. ഒരുപക്ഷേ നോക്കാൻ ആളില്ലാത്തൊരു പെണ്ണ് തിരികെ എത്തിയാൽ അഭയം കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാകാം എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടായിരുന്നത്. പക്ഷേ ചിറ്റ തൻ്റെ കൂടെ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെ ഒടുവിൽ ബാക്കിയുള്ളവരും ഈ ഒരു തീരുമാനത്തിൽ കൂടെ നിന്നു. സരോജിനി അമ്മമ്മയുടെ മകനായ പ്രസാദ് കൊച്ചച്ചൻ്റെ കുടുംബ സുഹൃത്താണ് ACP ശ്രീജിത്ത്. പ്രസാദ് കൊച്ചച്ചനും സരോജിനി അമ്മമ്മയുടെ മകൾ സുലക്ഷണയുടെ ഭർത്താവായ ജയദേവ് കൊച്ചച്ചനും കൂടി ACPയെ ചെന്നുകണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ചിറ്റയുടെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും പിന്നെ കിരണിന്റെ വീടായ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലും ഓരോ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞത്. രണ്ടിടത്ത് വെച്ചുമേറ്റ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ച് പരാതി കൊടുക്കുവാനാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റേഷൻ SHOയെ കണ്ടു സംസാരിക്കാനായി കൂടെ പ്രസാദ് കൊച്ചച്ചനും ജയദേവ് കൊച്ചച്ചനും വന്നത് തന്നെ ഭാഗ്യം. നിങ്ങളിവിടെ നിൽക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. പ്രസാദ് കൊച്ചച്ചന്റെ ശബ്ദമാണ് വിഭയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ചിറ്റയുടെ പുറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവൾ ആ പോലീസ് സ്റ്റേഷൻ ഓടിച്ചൊന്നു നോക്കി. കയറി ചെല്ലുന്ന മുറിയിൽ തന്നെ ഒരു പോലീസുകാരനും ചെറുപ്പക്കാരിയായ ഒരു പോലീസുകാരിയും ഇരിക്കുന്നുണ്ട്. ആ പോലീസുകാരൻ ലാൻഡ് ഫോണിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരിയുടെ മുന്നിൽ ഇരിക്കുന്ന വയർലെസ് സെറ്റിൽ നിന്നും ഇടയ്ക്ക് ആരെയൊക്കെയോ സംസാരിക്കുന്ന ശബ്ദവും കേൾക്കാം. അതിനപ്പുറം അല്പം കൂടി വലിയൊരു മുറി കാണാം. അവിടെ വേറെ കുറച്ച് പോലീസുകാർ ഇരിക്കുന്നുമുണ്ട്. അവിടെ ഒരു മേശയ്ക്ക് മുന്നിൽ നിൽക്കുന്ന 2-3 പേർ ഒരു പോലീസുകാരനുമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ആ മുറിയുടെ ഒരു വശത്തായി മറ്റൊരു മുറിയുടെ മുന്നിൽ SHO ബിനു എബ്രഹാം എന്നെഴുതിയ ബോർഡ് കാണാം. മാഡം, ഞങ്ങൾ ACP ശ്രീജിത്ത് സാറ് പറഞ്ഞിട്ട് വന്നതാണ്. പ്രസാദ് കൊച്ചച്ചൻ ആ പോലീസുകാരിയോട് സംസാരിക്കുന്നത് കേട്ട വിഭാവരി അങ്ങോട്ട് ശ്രദ്ധിച്ചു. ശ്രീജിത്ത് സാറിന്റെ പേര് കേട്ടതും ആ പോലീസുകാരി മുന്നിലേക്കൊന്ന് കയറിയിരുന്നിട്ട് പ്രസാദിന്റെ നേർക്ക് നോക്കി. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ആ പോലീസുകാരനും ആ പേര് കേട്ടതും ഇടയ്ക്ക് അങ്ങോട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് സാർ കാര്യം? ശ്രീജിത്ത് സാർ പറഞ്ഞുവിട്ട ആളാണെന്ന് കേട്ടതുകൊണ്ടാവണം ആ പോലീസുകാരിയുടെ ശബ്ദത്തിൽ ഒരു ബഹുമാനമുണ്ടായിരുന്നു. SHO ബിനു സാറിനെ കാണാനായിട്ടാണ്. ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു. മിസ്റ്റർ പ്രസാദാണോ? അവരുടെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്ന പോലീസുകാരൻ ഫോൺ വെച്ച ശേഷം ചോദിച്ചു. അതെ. അയാൾക്കു നേരെ തിരിഞ്ഞ് പ്രസാദ് മറുപടി കൊടുത്തു. ശ്രീജിത്ത് സാർ വിളിച്ചിരുന്നു. നിങ്ങളിരിക്കെ, ബിനു സാർ ഇപ്പോൾ എത്തും കേട്ടോ. മുന്നിൽ ഇട്ടിരുന്ന കസേരകളിലേക്ക് ചൂണ്ടി ആ പോലീസുകാരൻ പറഞ്ഞു. എല്ലാവരും കസേരകളിലേക്ക് ഇരുന്നെങ്കിലും പ്രസാദ് കൊച്ചച്ചൻ മാത്രം ആ മുറിയിലും അവിടെ നിന്ന് തൊട്ടപ്പുറത്തെ മുറിയിലേക്കുമൊക്കെ എത്തി നോക്കിക്കൊണ്ട് അവിടെ തന്നെ ചുറ്റിത്തിരിയുകയാണ്. അല്ലെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം പുള്ളിക്കാരന് പണ്ടേയില്ല. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബിസിനസ്സാണ് ആൾക്ക്. അതിന്റെ ഒരു വാചാലതയുമുണ്ട്. കസേരയിലിരുന്ന വിഭാവരിയുടെ കണ്ണുകൾ വീണ്ടും മുറിക്കുള്ളിലെ കാഴ്ചകളിലേക്ക് നീണ്ടു. പോലീസുകാരൻ മൊബൈൽ ഫോണിൽ കൂടി ആരെയൊക്കെയോ വിളിച്ച് വരേണ്ട തീയതിയും സമയവുമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ പോലീസുകാരി ഇടയ്ക്ക് വയർലെസ് സെറ്റിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകുന്നുണ്ട്. ചിറ്റയുടെ മുഖത്തും ആകാംക്ഷയാണ്. ഇനി ഇവളുടെ കാര്യത്തിൽ എന്ത് എന്ന ചിന്തയായിരിക്കാം ഒരുപക്ഷെ ആ അമ്മ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. അവളുടെ നോട്ടം കണ്ട് ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ ചിറ്റ അവളെ കണ്ണുകളടച്ച് കാണിച്ച് ചിരിച്ചു. തനിക്ക് കുഴപ്പമില്ലെന്നറിയിക്കാൻ അവൾ ഹാൻഡ് റെസ്റ്റിൽ ഇരുന്ന് ചിറ്റയുടെ കയ്യിൽ മെല്ലെ 2 തട്ട് തട്ടി. ജയദേവ് കൊച്ചച്ചൻ മൊബൈലിനകത്തേക്ക് തലയും താഴ്ത്തിയിരിക്കുകയാണ്. വിളിക്കുന്നത് കൊച്ചച്ചൻ എന്നൊക്കെയാണെങ്കിലും 10-17 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഇവർക്കും തനിക്കും തമ്മിലുള്ളൂ എന്ന കാര്യം ഓർത്തപ്പോൾ അവൾ രണ്ടുപേരെയും ഒരിക്കൽ കൂടിയൊന്ന് നോക്കി. പുറത്തൊരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അത് ബിനുസാർ ആയിരിക്കും എന്നൊരു ഊഹം വെച്ച് പ്രസാദ് നടന്നു വന്ന് വിഭാവരിയുടെ അടുത്തായി നിന്നു. ആരെയൊക്കെയോ പിടിച്ചു വലിക്കുന്നത് പോലൊരു ശബ്ദത്തിനൊപ്പം വലിച്ചെറിഞ്ഞതുപോലെ ഒരാൾ ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെ വാതിലിൽ വന്നിടിച്ച് വിഭാവരിയുടെ തൊട്ടുമുന്നിലായി വന്നു വീണു. ആ ശബ്ദ കോലാഹലവും അതോടൊപ്പം അയാൾ മുന്നിൽ വന്നു വീണതും കണ്ടപ്പോൾ ഒരു വിറയൽ വിഭാവരിയുടെ ശരീരമാകെ ഉലച്ചു. അകത്തേക്കു കയറി വരുന്ന
ബൂട്ട്സുകളുടെ ശബ്ദം കൂടി കേട്ടതോടെ ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവളുടെ മുന്നിൽ വന്നു വീണയാൾ അവൾ ഇരുന്ന കസേരയിൽ പിടിച്ച് മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ആരൊക്കെയോ ചേർന്ന് നന്നായി കൈകാര്യം ചെയ്തതുപോലെ അയാളുടെ ഷർട്ട് കീറിപ്പറിഞ്ഞിരുന്നു. പുറത്ത് കാണുന്ന കരുത്തുറ്റ ശരീരഭാഗങ്ങളിൽ മുറിവുകളും ഉണ്ട്. ഇട്ടിരുന്ന ജീൻസിൽ ചോരയും അഴുക്കും കൂടിക്കലർന്നിരിക്കുന്നു. അയാൾ മുഖമുയർത്തി. വിഭാവരി കണ്ണുകൾ ചിമ്മിത്തുറന്ന് അയാളെ നോക്കി. പാറിപ്പറന്നു കിടക്കുന്ന തലമുടി, ചുണ്ടു പൊട്ടി ചോര ഒഴുകിയ പാട് കാണാം. കവിളുകൾ രണ്ടും ആരോ തല്ലിയതുപോലെ തിണർത്ത് കിടപ്പുണ്ട്. ആ പാടുകൾക്ക് മുകളിൽ കണ്ണുനീരൊഴുകിയ പാടുകളും അവൾ തെളിഞ്ഞു കണ്ടു. അവിടെയായി ചെറുതായി നരച്ചിരിക്കുന്ന താടിയും മീശയും. അയാൾക്ക് ഏകദേശം ഒരു 10-40 വയസ്സിനടുത്ത് പ്രായമുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. കസേരയിൽ പിടിച്ചെഴുന്നേറ്റ അയാൾ അവരെ നോക്കുന്നത് കണ്ട് അവൾ ചിറ്റയുടെ പുറകിലേക്കു മാറി. അകത്തേക്കു കയറി വന്ന SI അവരുടെ മുന്നിൽ വെച്ച് തന്നെ അയാളുടെ കോളറിൽ പിടിച്ചുപൊക്കി ആ കരണത്ത് ആഞ്ഞടിച്ചു. നിനക്ക് വിഷമം തീർക്കാൻ കൊച്ചിനെ മാത്രമേ കിട്ടിയുള്ളൂ അല്ലടാ. അലറിക്കൊണ്ട് SI അയാളുടെ കരണത്ത് ഒന്നുകൂടി പൊട്ടിച്ചു. ഒരു വശത്തേക്ക് വീഴാൻ പോയ അയാൾ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന പ്രസാദ് കൊച്ചച്ചനെ കയറി പിടിച്ചു. അടിയുടെ ശബ്ദം കേട്ട് കണ്ണുകൾ ഇറുകെ പൂട്ടിയ വിഭാവരി ചിറ്റയുടെ തോളിൽ അമർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് വിറച്ചു. SIയുടെ പുറകെ അകത്തേക്ക് വന്ന 2 പോലീസുകാർ അയാളുടെ 2 കൈകളിലും പിടിച്ചു. വാടാ ഇങ്ങോട്ട്, ഞങ്ങൾ ചോദിക്കട്ടെ നിന്നോട്. അവരയാളെ അകത്തെ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ആരാ ഇവര്? SI തന്റെ മുന്നിൽ നിൽക്കുന്ന വിഭാവരിയെയും കൂട്ടരെയും നോക്കിയിട്ട് മുന്നിൽ സല്യൂട്ട് ചെയ്ത പോലീസുകാരനോട് ചോദിച്ചു. ബിനു സാറിനെ കാണാൻ വന്നവരാണ് സാറേ. ശ്രീജിത്ത് സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. ശ്രീജിത്ത് സാറിന്റെ പേര് കേട്ടതോടെ SIയുടെ മുഖത്തും ഒരു സൗമ്യഭാവം തെളിഞ്ഞു. ഓ അറിയാം, ഇരിക്കൂ, സാർ എത്താറായിട്ടുണ്ട് കേട്ടോ. അവരോട് ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം SIയും അകത്തേക്കു കയറിപ്പോയി. അകത്തെ മുറിയിൽ നിന്നും വീണ്ടും പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദവും അതോടൊപ്പം പോലീസുകാർ കൊണ്ടുവന്നയാൾ ആ മുറിയിലെ മേശയിലേക്ക് മുഖമടിച്ച് വീഴുന്നതും വിഭാവരി കണ്ടു. ഞെട്ടിപ്പുറകോട്ടു മാറിയ അവൾ അകത്തെ കാഴ്ചകൾ കാണാതിരിക്കുവാനായി അവിടെ നിന്നും മുഖം തിരിച്ചു. ആരാ കക്ഷി? എന്താ പ്രശ്നം? നേരത്തെ സംസാരിച്ച ആ പോലീസുകാരനോട് പ്രസാദ് കൊച്ചച്ചൻ ചോദിക്കുന്നത് കേട്ട് അവളും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു. പോക്സോ കേസാണ് സാറേ. ആ കഴിവേറി മോൻ 10 വയസ്സുള്ള സ്വന്തം കൊച്ചിനെ തന്നെയാ കയറിപ്പിടിച്ചത്. ഇവരെയൊക്കെ എന്ത് ചെയ്യാനാ സാറേ? നാട്ടുകാരും ശരിക്ക് പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടതോടെ അത്രയും നേരം വിഭാവരിയുടെ മുഖത്ത് നിഴലിച്ചിരുന്ന ഭയവും ആശങ്കയും ഇല്ലാതെയായി. ഇവനെയൊക്കെ ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ആ 22 ഫീമെയിൽ കോട്ടയത്തിൽ കണ്ടതുപോലെ അരിഞ്ഞു കളയണം പട്ടി. ദേഷ്യമടക്കാനാവാതെ കൈ ചുരുട്ടി തൻ്റെ ബാഗിൽ ഇടിച്ചുകൊണ്ട് വിഭാവരി പറഞ്ഞത് കേട്ട് ചിറ്റ അവളെ നോക്കി കണ്ണുരുട്ടി. മിണ്ടാതിരിക്കുക കുഞ്ഞോളെ, അല്ലേ തന്നെ മനുഷ്യനിവിടെ മുള്ളേ ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവൾ കണ്ടവരുടെ കാര്യമന്വേഷിക്കാൻ പോകുന്നത്. ചിറ്റയുടെ മറുപടി കേട്ടതോടെ അവൾ നിശബ്ദയായി. എങ്കിലും മുന്നിൽ നടന്ന സംഭവങ്ങളുടെ പ്രതിഫലനം എന്നോണം ഒരു ക്ഷോഭം അപ്പോഴും അവരുടെ ഉള്ളിൽ അലയടിക്കുകയായിരുന്നു. എവിടെയും പെണ്ണിനെതിരെയുള്ള കയ്യേറ്റം മാത്രം. വന്ന് പ്രായം പോലും പ്രശ്നമല്ലാതായിരിക്കുന്നു. എന്തു ചെയ്താലും രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ ഇവനൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? അരിഞ്ഞു കളയണം ചെറ്റ. ദേഷ്യമടക്കാനാവാതെ ആ കസേരയിലിരുന്നു കൊണ്ടവൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. പുറത്ത് മറ്റൊരു ജീപ്പ് കൂടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും മുന്നിലിരുന്ന പോലീസുകാർ ചാടിപ്പിഴഞ്ഞെഴുന്നേൽക്കുന്നത് കണ്ടു. ബിനുസാറാണ് കേട്ടോ വന്നേക്കുന്നത്. അവർ തലയിലെ തൊപ്പിയെല്ലാം ശരിയാക്കി വെക്കുന്നതിനിടയിൽ പറഞ്ഞത് കേട്ട് പ്രസാദ് കൊച്ചച്ചനോടൊപ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അകത്തേക്കു കയറി വന്ന SHO ബിനു എബ്രാഹാം അവരെ കണ്ട് അടുത്തേക്ക് വന്നു. സാർ, ശ്രീജിത്ത് സാർ വിളിച്ചു പറഞ്ഞിരുന്നവരാണ്. മുന്നിൽ നിന്നിരുന്ന പോലീസുകാരൻ സല്യൂട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞത് കേട്ട് ബിനു എബ്രഹാം അവരെ നോക്കി. ഓ ഓക്കെ, ഇതിൽ ആരാണ് പ്രസാദ്?
ഞാനാണ് സാർ. കൊച്ചച്ഛൻ മുൻപിലേക്ക് കയറി നിന്നു. യെസ്, വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇയാളാണ് പെറ്റീഷണർ അല്ലേ? എന്താ പേര്? വിഭാവരിയുടെ നേരെ നോക്കിക്കൊണ്ടായിരുന്നു ബിനു സാറിൻ്റെ ചോദ്യം. വിഭാവരി. അവൾ നിന്ന് മിടയിറക്കുന്നത് കണ്ട് ചിറ്റയാണ് മറുപടി പറഞ്ഞത്. ശരി ശരി, അകത്തേക്ക് വരൂ. അവരെ അകത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം റൂമിന് നേർക്ക് നടന്നു. ഏറ്റവും പുറകിലായി അകത്തേക്കു കയറിയ വിഭാവരിയെ നോക്കി മുന്നിൽ നിന്നിരുന്ന ആ പോലീസുകാരി സഹതാപത്തോടെ ചിരിച്ചു. അവർക്കൊരു മറുചിരി നൽകിക്കൊണ്ട് അകത്തെ മുറിയിലേക്ക് കടന്ന വിഭാവരിയുടെ കണ്ണുകൾ നേരത്തെ പോലീസുകാർ കൊണ്ടുവന്ന ആളെ തിരഞ്ഞു. അകത്തെ മുറിയിൽ ഇരുമ്പഴിയിട്ട ജയിലിനോട് ചേർന്നിട്ടിരുന്ന ബെഞ്ചിൽ തലകുനിച്ചിരിക്കുന്ന അയാളെ നോക്കിക്കൊണ്ടാണ് അവൾ SHO ബിനു എബ്രാഹിമിൻ്റെ മുറിയിലേക്ക് കയറിയത്. തുടരും. കഥ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്യണേ. വിഭാവരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്നത് ആരെയാണ്? പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. See you.